നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബനാറസി ബോർഡർ വരുന്ന ഒരു സെമി സിൽക്ക് സാരി ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നേ. അന്നതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആ സെയിം സാരി അല്ല, അതിൻ്റെ ബോഡിക്ക് ഉള്ള കളറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കാണിക്കാം. സാരി കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് സാരി, കണ്ടോ? ഇതിൻ്റെ അന്നത്തെ ബോഡി ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ ക്രീം ഷെയ്ഡായിരുന്നു. ഇതിപ്പോൾ ഒരു ബേജ് ഷെയ്ഡാണ്. ക്രീം കളർ ഇഷ്ടമില്ല എന്ന് പറയാൻ അതിന് വേറെ കളറിലെ ബോഡി വരുന്നുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ കളറിൽ ബോഡി സാരിയുടെ കേട്ടോ. നല്ലതാണ്. നല്ലൊരു പേസ്റ്റൽ ചാർട്ട് പോലെ നമുക്ക് തോന്നും. എന്താ പറയുക, ഓവറായിട്ടും ഒരു എന്താ പറയുക തെറിച്ച് നിൽക്കുന്ന ഒരു സംഭവമല്ല. എന്നാൽ ഈ ലളിതം സുന്ദരം എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള നല്ലൊരു സാരി. ഈ റേറ്റിന് 101% നിങ്ങൾക്ക് വർത്താണ്. ബനാറസി ബോർഡറും എല്ലാം വീവിങ് ആണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഇത് വന്നിട്ട് ഒരു ഗ്രേപ്പിൻ്റെ ഒരു ഷെയ്ഡാണ് ബോർഡറിന് വരുന്നത്. എല്ലാ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സാരി ഒരു പാർട്ട് സാരിയുടെ ഫുള്ള് ബോഡിക്ക് ഇതും ഇവിടുത്തെ കോൺട്രാസ്റ്റ് കളർ മാത്രമേ മാറുന്നുള്ളൂ. ബ്ലൗസും കൂടെ കാണിക്കാം. എന്തിയാ ബ്ലൗസ് ഇതേ ബ്ലൗസ്. അയ്യോ ഇല്ലേ, ഇതേ ബ്ലൗസ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇതിൻ്റെ പ്ലെയിൻ വരും. പ്ലെയിൻ വന്നിട്ട് ബോഡിയുടെ പ്ലെയിൻ വന്നിട്ട് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്ന ബ്ലൗസ് നല്ലതായിരിക്കും. പ്ലെയിൻ ഈ ബോഡിയും മുഴുവൻ നിറച്ചും ബുട്ടായല്ലേ, അപ്പോൾ കയ്യെ പ്ലെയിൻ വന്നിട്ട് നല്ല വീതിക്ക് ആ ഒരു ബോർഡർ വരുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ആ ഒരു പേസ്റ്റൽ ചാർട്ടാണ് അതിൻ്റെ ഒരു എടുപ്പെന്ന് പറയുന്നത്. ബോഡിയുടെ കോൺട്രാസ്റ്റ് കളർ വരുന്നത്. അടുത്തത് പീച്ച്. എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? ക്രിസ്മസ് ഒക്കെ ആയോ? എന്താ ഇപ്പോൾ വന്നിട്ട് പീച്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടി വീതി കൂടുതലുണ്ട് കേട്ടോ. മുകളിലത്തെ ബോർഡറിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ വീതി കൂടുതലുണ്ട് താഴത്തെ ബോർഡറിനെ. അന്ന് വന്നതിന് അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഒറ്റ പീസ് പോലും അതിൻ്റെ ഇരിപ്പില്ല. എല്ലാം തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിൽ കാണിച്ച എല്ലാം തീർന്നു. ഒരു ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തീർന്നോന്ന് ഓർക്കുന്നില്ല. ഒരു സൈസ് ഡാർക്ക് ഗ്രീൻ. നല്ല ഷെയ്ഡ്സാണ്. എന്നാണെന്നറിയാമോ, ഈ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ടുണ്ടല്ലോ, അത് വരുന്നതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്നു ചോദിച്ചാൽ ഉണ്ടോ, ഇവിടേക്ക് വന്നിട്ട് ഡാർക്ക് വന്നിട്ട്, അതായത് ഇവിടോട്ട് വന്ന ഒരു വീവിങ് ഇല്ലേ, ഒരു സിൽവർ ആ ഒരു കളറിലുള്ള വീവിങ് വന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ് വരും. അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് അത് കാണാൻ. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല രണ്ട് ഓർണമെൻറ്റ്സും ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിനൊക്കെ ആണെങ്കിൽ ഈ കളർ, ഇപ്പോൾ ഈ കളറില്ലേ, ഈ കളറിൻ്റെ പെളുമാലയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നതിൻ്റെ കാര്യമില്ലെന്ന് എനിക്കറിയാം കേട്ടോ, ചുമ്മാ പറയുന്നതാണേ, കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. എനിക്ക് ജലദോഷക്കോ ചുമ വലിയ ചുമയൊന്നുമില്ല. സന്ധ്യയ്ക്കും രാവിലെ ഒരു ചുമയുണ്ടേ, അതേ ഉള്ളൂ. പക്ഷേ ഒരു ജലദോഷം വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു തൊണ്ടയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട്, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ കേൾക്കില്ലല്ലോ. സാരി നല്ലതാണോ? സാരി നല്ലതാണോ എന്നാ ചോദിച്ചാൽ ഉത്തരം പറയാതിരിക്കണ്ട. ചേട്ടൻ തരാണോ? അയ്യോ, ഇന്ന് കാഞ്ഞിരപ്പള്ളി പ്രദേശമാകെ ഇതന്നെയാണോ മുമ്പ് കാണിച്ചത്? ഇടി വെട്ടി മഴ പെയ്യും. ഇതാണോ ഫസ്റ്റ് കാണിച്ചത്? അല്ലല്ലോ അല്ലേ? അല്ല, അതിൻ്റെ ലൈറ്റ്. ഇത് ഗ്രേപ്പ് ഷെയ്ഡ് തന്നെ. ഇത് കോഫി ബ്രൗൺ എന്ന് പറയാം. ഗ്രേപ്പ് എന്ന് പറയാൻ പറ്റുകയല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഇതുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രേപ്പിൻ്റെ ഒരു ഷെയ്ഡാണ്, ഇത്തരോട്ട് പോകുമ്പോൾ കോഫി ബ്രൗൺ. നമ്പർ നോക്കിയാണ് നമ്മൾ
ബുക്കിംഗ് എടുക്കുന്നത്. നിങ്ങൾ നമ്പർ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോർവേഡ് ചെയ്യും. ഞങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല, കാരണം ഞങ്ങൾക്ക് സാരിയുടെ നമ്പറുണ്ട്, നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ടിൻ്റെ നമ്പറുണ്ട്, അത് നോക്കി അയക്കുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും നമ്പർ കാണത്തക്ക രീതിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഇതെന്നാ എനിക്ക് പിന്നെയും ഇത് വേറൊന്നും അല്ലേ, ഇതിപ്പോൾ ചെറുപയറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡേ, പച്ച തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡുണ്ട് പച്ചയുടെ തന്നെ പല. അതല്ലേ ഒരു കളറിനകത്തൊക്കെ എത്ര ഇതല്ലേ. ഒരമ്മ പറ്റ മക്കളാന്ന് പറഞ്ഞാലും വ്യത്യസ്ത സ്വഭാവക്കാരാന്ന് പറയുന്ന പോലെ ട്വിൻസ് ആണെങ്കിൽ പോലും ഭയങ്കര വ്യത്യാസമല്ലേ സ്വഭാവത്തിൽ അല്ലേ. കണ്ടോ നല്ലല്ലേ. ഇന്നിപ്പോൾ രാവിലെ ആരണ്ട് പറയുമായിരുന്നു, ഈ മറ്റുള്ളവർ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിയുമ്പോഴത്തേനേ, കുറ്റപ്പെടുത്തി സംസാരിച്ച് കഴിയുമ്പോഴത്തേനും മൂഡ് പോകുന്ന ഒരു കാര്യം പറയുമായിരുന്നു. നമ്മുടെ ഇവിടെ ആണെങ്കിൽ സ്റ്റാഫൊക്കെ നിൽക്കുമ്പോൾ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷം ജോലി ചെയ്യുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കസ്റ്റമർ കയറിയൊന്നും എന്തെങ്കിലും പറയും, അപ്പോഴത്തേനുണ്ടല്ലോ അന്നേരെ അങ്ങ് ഡൗൺ ആയി പോവുക. പിന്നെ ഒരു 3 ദിവസം അവരുടെ സെല്ലിനെ അത് ബാധിക്കും. എന്നോട് എൻ്റെ ഒരു പെൺകുച്ച് പറഞ്ഞതാണ്, എനിക്കത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുവനേരം കസ്റ്റമറെ കാണിക്കാൻ മടിയാണ്, എല്ലാം അങ്ങ് മടിച്ച് നിൽക്കുവാണ്. കസ്റ്റമറെ നല്ലപോലെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കസ്റ്റമറെ കാണിക്കാൻ മടിച്ച് അങ്ങായി പോവുക എന്നൊക്കെ എന്നോട് വന്ന ഇതുണ്ടല്ലോ, നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതല്ലേ ഉള്ളൂ ശ്രദ്ധ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണാടി നോക്കിയോട്ടെ. പെണ്ണല്ലേ അല്ലേ, എല്ലാവർക്കും അങ്ങനെയല്ലേ. പറയാനെന്ന് വെച്ചാൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ചോദിച്ചിട്ട് ഒരു സാധാരണപ്പെട്ട മനുഷ്യരല്ലേ നമ്മളെ കുറ്റം പറഞ്ഞെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ കുറ്റമൊക്കെ പറയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം ഓർക്കണം, നമ്മളെ കുറ്റം മതിക്കാൻ അവരാരാ അല്ലേ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അവരുടെ കണ്ണിൽ കൂടെ അല്ലേ അവർ വേണം, അവരുടെ കണ്ണിൽ കൂടെ കാണുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളെ കുറ്റം വിധിക്കാൻ ആർക്കും ആരെയും കുറ്റം വിധിക്കാൻ യോഗ്യതയില്ല. പിന്നെ അവരുടെ കണ്ണിൽ കൂടെ കാണുന്ന കാര്യം അവർ പറഞ്ഞതിനകത്ത് ശരി തെറ്റുകൾ ഉണ്ടോ എന്ന് പുനർവിചിന്തനം നടത്തി നോക്കണം. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ നമ്മൾ മാറിയാൽ മതി, സിമ്പിൾ അല്ലേ. എന്നൊക്കെയല്ലേ. അച്ചയുടെ വേറൊരു ഷെയ്ഡ് കേട്ടോ. ധൈര്യമായിട്ട് ഏത് കളറുള്ളവരും എടുത്തോ, കളർ കൂടിയവരോ കളർ കുറഞ്ഞവരോ മീഡിയം കളറുള്ളവരോ ഒക്കെ എടുത്തോ. ഏത് കളറിലുള്ളവർക്കും ചേരുന്ന സാരിയാണ്, ഏത് പ്രായത്തിലുള്ളവർക്കും ചേരുന്ന സാരിയാണ്. അയ്യോ ഇതേ പിന്നെയും പച്ച പാരറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഇതെല്ലാം മൂർത്തി കാണിക്കണ്ടായിരുന്നു അല്ലേ, കാണിക്കണ്ടായിരുന്നോ? ഞാൻ ഈ സംസാരിക്കുന്നതിനെല്ലാം എല്ലാവരും എനിക്ക് മറുപടി അന്നേരം കിട്ടും. അയ്യോ ഭയങ്കര പ്രശ്നമാവുമല്ലേ, ഒന്നും കേൾക്കത്തില്ല. അത് താഴത്തെ ബോർഡർ ഞാൻ കാണിക്കുന്നേ ഇല്ല, കാണുന്നുണ്ടോ ആവോ? അതെ ക്യാമറമാൻ്റെ ട്രിക്ക് പോലെയൊക്കെ ഇരിക്കും. ട്രിക്കല്ല, കഴിവ്. ട്രിക്ക് വേറെ കഴിവ് വേറെ. എന്തെങ്കിലും കുഴപ്പം വന്നാൽ ക്യാമറമാൻ്റെ തലയ്ക്ക് വെക്കാൻ. ചോക്ലേറ്റ്. ഇനി ഞാനൊരു കാര്യം പറയാം, സ്റ്റോക്ക് അധികം ഇല്ല കേട്ടോ. ഇത് സെക്കൻഡ് തേർഡ് ട്രിപ്പാണ് ഈ സാരി വരുന്നത്. അതിനകത്ത് ഒരു പ്രാവശ്യം എനിക്ക് തോന്നുള്ളൂ ഓൺലൈനിൽ കാണിച്ചുള്ളൂ. ഷോപ്പിൽ വരുന്നത് തേർഡ് ട്രിപ്പാന്ന് തോന്നുന്നു. ഞാൻ ബ്ലൗസ് കാണിക്കാത്തതിൽ ആരും പരിഭവം പറയരുത്. ആദ്യത്തെ ബ്ലൗസ് കാണിച്ചില്ലേ, സെയിം പ്ലെയിൻ വന്നിട്ട് ഈ ബോഡിയുടെ ഇതില്ലേ, ഇതിൻ്റെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ, ഈ ബുട്ട ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ബ്ലൗസിന് വ്യത്യാസം കേട്ടോ. വേറെ ഒരു വ്യത്യാസവും ഇല്ല ബ്ലൗസിന്. ചോക്ലേറ്റ് ഉണ്ടോ ഇതേ. അതുകൊണ്ട് ഒത്തിരി പീസൊന്നും ഓരോന്നിനും ഇല്ല, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ കേട്ടോ. ഫോട്ടോ അയ്യോ ഇതെന്തിനാ നീ ഫോട്ടോ ഇട്ട് തരാൻ പറയുന്നത്? ഇതാ കറക്റ്റായിട്ടുള്ള കളർ. ഇതിൽ കൂടുതൽ ഈ ഫോണിലായിരിക്കത്തില്ല ഫോട്ടോ ഇട്ട് തരാൻ പറയുമ്പോൾ എടുക്കുന്നത്, വേറെ ഏതെങ്കിലും പൊട്ട ഫോണിലായിരിക്കും. ഇവിടെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്നേ. എന്നാന്നറിയാവോ, കുറേ ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നേ, ആരും നോക്കുന്നില്ല, സാരി ബുക്ക് ചെയ്തു. നമ്മുടെ കടയിൽ വന്നിട്ട് യൂണിഫോം ആയിട്ട് ആ സാരി വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു. ഞങ്ങൾ ആ സാരി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയും ആ പുള്ളിയുടെ ഫോണിൽ കിട്ടിയപ്പോൾ അത് വേറൊരു കളർ. അവരെന്നിട്ട് അത്രയും സാരി ഇങ്ങോട്ട് അയച്ചു വിട്ടു. ഇവിടെ വന്നപ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കളർ. ഈ ടീച്ചർമാരാണെങ്കിൽ ബ്ലൗസും എല്ലാം തയ്ച്ചു കേട്ടോ. എൻ്റെ പൊന്നെ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി.
എന്നിട്ട് നോക്കിയപ്പോൾ 2 ഫോൺ എടുക്കുമ്പോൾ 2 കളറാണ്. ഇവിടുത്തെ എടുത്ത ഫോണിനെ എടുക്കുമ്പോൾ അതൊരു കളറ്, വേറൊരു ഫോൺ എടുക്കുമ്പോൾ വേറൊരു കളറ്, യഥാർത്ഥ കളർ. പിന്നെ ഞങ്ങൾ ആ സാരിയുടെ അവർക്ക് കൊടുത്ത സാരിയുടെ ഒരു കോപ്പിയായിട്ട് ഡയറക്റ്റ് ആള് പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇത് വേറൊന്നാണ് സെൽഫ് ഡിസൈൻ ഉള്ളത്. മറ്റേത് ബോഡി വേറൊരു ഡിസൈനാണ്, ബുട്ട പോലെ അല്ലായിരുന്നോ. ഇത് സെൽഫ് ഡിസൈൻ ബ്ലാക്ക് ഷെയ്ഡ്. ഇങ്ങനത്തെ സാരി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും ഭയങ്കര എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഇങ്ങനത്തേതാണ് ഇഷ്ടം. ഇതാ വരും ബ്ലൗസ്, ഒരു സിൽവർ അല്ലല്ലേ, പിന്നെ സിൽവർ അല്ലേ, ആണോ? ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ മെല്ലാൻ പോകുന്നു വലിയ കിട്ടും. ഞാൻ കണ്ടില്ലേ, ആണെന്ന് പറയാം. ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇരിക്കുന്നെങ്കിൽ ഞാൻ കാണുമോ? മനുഷ്യരൊക്കെ ചിരിക്കാനൊക്കെ എന്നെ പ്രയാസമല്ലേ? ഒരു വേണ്ട ദിനേശ, വേണ്ട, എനിക്ക് താങ്ങാനുള്ള. ഇത് 2 സെയിം ആണോ? ആണല്ലേ? ആണോ? നമുക്ക് പറ. അല്ല, ഡിസൈൻ വ്യത്യാസമാണ് കണ്ടോ? ഡിസൈൻ വ്യത്യാസമാണ്. ഇതൊക്കെ നോക്കാതെയാണോ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്? പറഞ്ഞു, 2 പറഞ്ഞു. അയ്യോ പറയില്ല, ഞാൻ ചുമ്മാ. ചിരിക്കാനേ ഒരു ഒറ്റ പൈസയും കൊടുക്കണ്ടല്ലോ. ഒന്ന് മനുഷ്യനെ അങ്ങോട്ടും ഓപ്പോസിറ്റ് കൊടുക്കും. ഞാൻ അറിയത്തില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ചിരിച്ച് കാണിക്കും. ചിലർ ചിരിക്കത്തില്ല, നമ്മള് ചമ്മിപ്പോ. വിദേശത്തൊക്കെ അങ്ങനെയാ, ഓപ്പോസിറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അഭിവാദ്യം ചെയ്യും, ഒരു വിഷ് ചെയ്യും, ഹലോ എന്നൊക്കെ വെക്കും, ഒരു ഹായ് ഒക്കെ വെക്കും. മനുഷ്യനും അല്ലേ. അപ്പൊ ചിരിച്ചൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എതിരെ പോകുന്ന ആള് നല്ലൊരു ചിരി കാണിക്കുമ്പോഴായിരിക്കും ഒരു ചെറിയൊരു മൂഡിനൊരു പ്രശ്നമായിട്ടിരിക്കുവാണെങ്കിൽ, മൂഡ് ഓഫ് ആയിട്ടിരിക്കുവാണെങ്കിൽ അത് മാറും. ഇതുണ്ടല്ലോ, അതും സെയിം ആണേ. പക്ഷേ ഉണ്ടല്ലോ, ചെറിയ പ്രിന്റ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ താഴത്തെ ബോർഡർ ഇങ്ങനെ കേട്ടോ. എനിക്ക് വർത്താനം മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ ഈ വർത്താനം നിർത്തി വെക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, രാവിലെ വർത്താനം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എനിക്ക് വർത്താനം ഒത്തിരി പറഞ്ഞാൽ ശ്വാസം മുട്ടുവേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കഥകളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. കുറേ കൂടുതൽ വർത്താനം. ഞങ്ങൾ ഏതാണ്ട് എല്ലാം പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിക്കുമോ, കരിയില്ല. സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാനിവിടെ വീണ് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നാണ് വീഡിയോ എടുക്കുന്നത്. കണ്ടോ, പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ്. ചാമ്പയ്ക്ക ഒക്കെ ഇല്ലേ, ചാമ്പയ്ക്ക പീച്ചാണോ ഇത്? ആണോ അല്ലയോ? അല്ലെങ്കിൽ ഈ ചില ചാമ്പയ്ക്കയുടെ എല്ലാ ജാമ്യം എടുത്ത് ചില ചാമ്പയ്ക്കയുടെ ചില ഭാഗത്തെ കളർ ചാമ്പയ്ക്ക പീച്ചെന്ന് പറയാം. ബ്ലൗസില്ലേ, ഇതാണ് ബ്ലൗസ്. ഇത് കണ്ടോ, ഇത് ബ്ലൗസ് അല്ല, ഇതകത്ത് ഏറ്റവും അകത്ത് പോകുന്ന ഭാഗമാണ്. ഇതാണ് ബ്ലൗസ്. സിൽവറാണ് അതിൻ്റെ ഡിസൈൻ, സിൽവറാണ്. വണ്ടർ. പിന്നില്ലേ പുതിയ കടയിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ആഴ്ചയിലത്തെ കളക്ഷൻസ് ഈ പ്രാവശ്യം നേരത്തെ വന്നു. കുർത്തീസ്, പാർട്ടി വെയർ കുർത്തീസ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ബിഗ് സൈസുകാർ 40, XXL, XXL, പിന്നെ എന്നാ എക്സല, 4X, XXL അല്ല, XXL, എന്നാ എക്സല, 5XL. ഞാൻ പറയാം, 44, 46, 48, 50. അത് എളുപ്പം പറയാം. ആ സൈസുകാരുടെ ഉള്ള കുർത്തീസ്, ഡെയിലി വെയർ കുർത്തിയാണേ, അത് വന്നിട്ടുണ്ട്. പിന്നെ സാരി ഇഷ്ടം പോലെ ഞാൻ കാണിക്കാം കേട്ടോ. മൽമലിൻ്റെ ഒക്കെ സൂപ്പർ ഡിസൈനർ സാരി വന്നിട്ടുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല, റേറ്റൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫംഗ്ഷൻ വെയർ സാരി വന്നിട്ടുണ്ട്. പിന്നെ ചുരിദാർ സെറ്റ്, ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തി വന്നിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ചുരിദാർ സെറ്റ് കുർത്തിയൊക്കെ ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ സൂപ്പർ കാണാൻ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇപ്പോഴേ കിട്ടുള്ളൂ, അറിയത്തില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഒരു ഇറങ്ങുകയെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ചെറിയ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് കുറേ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. എല്ലാം എത്രത്തോളം എന്നായിത്തീരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വേഗം വാ, തിരക്കൊന്നുമില്ല. തിരക്കുണ്ടല്ലേ, എന്തേലും വേണ്ടേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.